വർണ്ണങ്ങളും നിറങ്ങളും സൗന്ദര്യമുള്ള പൂക്കളാലും മരങ്ങളാലുമാണ് ഒരു ഉദ്യാനം രൂപപ്പെടുന്നത്. പൂക്കളും മരങ്ങളും രൂപപ്പെടുന്നതാകട്ടെ നിസ്സാരങ്ങളെന്ന് തോന്നിക്കുന്ന വിത്തുകളിൽ നിന്നും. വിവിധ വിത്തുകളിൽ നിന്നും മനോഹരമായ ഉദ്യാനം രൂപപ്പെടുന്നതിനിടയിൽ നടലിന്റെയും നനയ്ക്കലിന്റെയും വളമാകുന്നതിന്റെയും കളകൾ പിഴുതുമാറ്റുന്നതിന്റെയും ശിഖരങ്ങൾ വെട്ടിമുറിച്ച് വളർച്ചയുടെ ദിശ നേരെയാക്കുന്നതിന്റെയും വസന്ത ശീത വേനൽക്കാലങ്ങളിൽ വേണ്ട പരിചരണം നൽകുന്നതിന്റെയും ഒരു കാലയളവുണ്ട്. ആ കാലയളവിൽ ഉദ്യാനത്തിന്റെ ഫലപുഷ്ടിയും സൗന്ദര്യവും ലക്ഷ്യമാക്കി അവിശ്രാന്തം വേല ചെയ്ത തോട്ടക്കാരുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും അദൃശ്യമായ ജീവിത കഥകളുണ്ട്. ലോകം മുഴുവനിലും സഭയാകുന്ന ഉദ്യാനത്തിന്റെ വേരുകൾ വ്യാപിപ്പിക്കുവാനായി സ്വന്തം രക്തം വളമാക്കി അധ്വാനിച്ച് ആദിമ സഭയിലെ ധീരത്തോട്ടക്കാരുടെ ഗണത്തിന് നേതൃത്വവും മാതൃകയും പകർന്ന സഭയുടെ നെടുംതൂണുകളായിരുന്നു വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും. സഭാത്തോട്ടത്തെ നട്ടുനനച്ച ആ ശ്രേഷ്ഠ പിതാക്കന്മാരുടെ മധ്യസ്ഥം തേടിയും അവരുടെ ബഹുമാനാർത്ഥവും സമർപ്പിക്കട്ടെ ഈ പ്രോഗ്രാം. എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കാം എന്ന യേശുവിന്റെ വിളിയോട് പ്രത്യുത്തരിച്ച് സർവവും ഉപേക്ഷിച്ച് അവിടുത്തെ അനുകരിച്ചവനായിരുന്നു ശിമയോൻ എന്ന് പേരുണ്ടായിരുന്ന പത്രോസ്. സ്വന്തമായുള്ള സകലതും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച അപ്പസ്തോല പ്രമുഖനായിരുന്നു ശിമയോൻ. തന്റെ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും യാത്രകളിലും സന്തത സഹചാരികളായിരുന്ന സ്ലീഹന്മാരോട് ഒരിക്കൽ യേശു ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ നിസ്സംശയം മറുപടി നൽകി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു പ്രതിവചിച്ചു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. ഈ വാക്കുകളുടെ പൊരുൾ അപ്പോൾ പത്രോസിന് ഗ്രഹിക്കാനായില്ല. യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ പത്രോസ് അനുഭവിച്ചിരുന്ന സുരക്ഷിതത്വത്തിനും വിശ്വാസത്തിനും മങ്ങലേൽപ്പിച്ചുകൊണ്ടായിരുന്നു യേശു കുരിശുമരണത്തിന് വിധേയനായത്. മാത്രമല്ല, യേശു മുൻകൂട്ടി പറഞ്ഞിരുന്നത് പ്രകാരം താൻ 3 പ്രാവശ്യം ഗുരുവിനെ നിഷേധിച്ചതിലുള്ള കുറ്റബോധവും പത്രോസിനെ വളരെയധികം ആന്തരിക സംഘർഷത്തിലേക്ക് നയിക്കുകയുമുണ്ടായി. യേശുവിന്റെ വേർപാടിലുള്ള വേദനയും യേശുവിനെ ക്രൂശിച്ചവർ തങ്ങളെയും ബന്ധനസ്ഥരാക്കിയേക്കാം എന്ന ഭയവും മൂലം ഒളിച്ചു താമസിച്ചിരുന്ന ശിഷ്യഗണത്തോടൊപ്പം കഴിഞ്ഞ പത്രോസ് യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ വാർത്ത കേട്ടയുടൻ അവിടുത്തെ കല്ലറയിലേക്ക് ഓടുകയും യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ട് വിസ്മയിക്കുകയും ചെയ്തു. പക്ഷേ യഹൂദരെയും ജനപ്രമാണികളെയും ഭയന്ന് മീൻപിടുത്തത്തിലേക്ക് മടങ്ങിയ പത്രോസിനെയും കൂട്ടുകാരെയും തേടി യേശു അവരുടെ അടുത്തേക്കെത്തി. എന്നാൽ യേശുവിനെ അവർക്ക് മനസ്സിലായില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മീൻ കിട്ടാതിരുന്ന അവരോട് വള്ളത്തിന്റെ വലതുവശത്ത് വലയെറിയാൻ പറഞ്ഞ അവിടുത്തെ വാക്കുകൾ അനുസരിച്ചപ്പോൾ അവർക്ക് വല നിറയെ മത്സ്യം ലഭിച്ചു. തങ്ങളോട് സംസാരിച്ചവൻ യേശുവാണെന്ന് മനസ്സിലാക്കിയ പത്രോസ് കടലിലേക്ക് എടുത്തുചാടി യേശുവിന്റെ അരികിലെത്തി. കുറ്റബോധത്തിന്റെയും വേദനയുടെയും നിഴൽ മൂടിയിരുന്ന പത്രോസിനോട് യേശു 3 പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. 3 പ്രാവശ്യവും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിസ്സംശയം ഏറ്റുപറഞ്ഞ പത്രോസിനോട് യേശു പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. മനുഷ്യ സഹജമായ ഭയവും ആകുലതയും ആശയക്കുഴപ്പവും മൂലം യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും പൂർവാധികം സ്നേഹത്തോടെയും കരുതലോടെയും തന്നെ തേടിയെത്തിയ തന്റെ ഗുരുവും നാഥനുമായ യേശുവിന്റെ പക്കൽ ശിശുസഹജമായ വിശ്വാസത്തോടെ പത്രോസ് തന്റെ സ്നേഹം ഏറ്റുപറഞ്ഞു. യേശുവാകട്ടെ ലോകാന്ത്യത്തോളം ഭൂമിയിൽ തന്റെ സഭയ്ക്ക്
അടിസ്ഥാന ശിലയാകാനുള്ള ദൗത്യം തന്റെ ദാസനെ വീണ്ടും ഭരമേൽപ്പിക്കുകയും ചെയ്തു. യേശുവിന്റെ സന്തത സഹചാരിയായിരുന്ന ശിമയോൻ പത്രോസായി രൂപാന്തരപ്പെട്ടതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ക്രിസ്തുവിനെ പരസ്യമായി നിഷേധിക്കുകയും ക്രൈസ്തവരെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന സാവൂൾ പൗലോസായി രൂപാന്തരപ്പെട്ട സഭാ ചരിത്രത്തിലെ സുപ്രധാന സംഭവം. അതിനാൽ തന്നെ യേശുവിന്റെ സ്നേഹിതരായി ഗണിക്കപ്പെട്ടിരുന്നവരുടെ പ്രസംഗങ്ങൾ പോലെ ആയിരുന്നില്ല ഒരിക്കൽ ക്രിസ്തു വിരോധിയായിരുന്നവന്റെ സുവിശേഷ പ്രഘോഷണം. സഭാ പീഡകരിൽ നിന്ന് വിജാതീയരുടെ അപ്പസ്തോലനായി പരിണമിച്ച വിശുദ്ധ പൗലോസിന്റെ വിളിയും തിരഞ്ഞെടുപ്പും ക്രൈസ്തവ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ ദൈവിക പദ്ധതിയായിരുന്നു. യഹൂദ പാരമ്പര്യങ്ങളും നിയമങ്ങളും അടിയുറച്ച് പാലിച്ചിരുന്നവനും അതിൽ വീഴ്ച വരാതിരിക്കാൻ അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നവനും യഹൂദ പണ്ഡിതനായിരുന്ന ഗമാലിയേലിന്റെ സമർത്ഥനായ ശിഷ്യനുമായിരുന്ന ഫരിസേയ പ്രമുഖനായിരുന്ന സാവൂൾ നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുൻപിൽ കുറ്റമില്ലാത്തവനും താൻ വിശ്വസിച്ചിരുന്ന യഹൂദ ബോധ്യങ്ങളോടുള്ള തീവ്രമായ അഭിനിവേശത്താൽ എരിഞ്ഞിരുന്നവനുമായിരുന്നു. അതിനാൽ തന്നെ യഹൂദർക്കിടയിൽ യേശുവിന്റെ അപ്പസ്തോലന്മാരുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്തുമത പരിവർത്തനങ്ങൾ അവനെ ക്രൈസ്തവ വിരോധിയായി മാറ്റി. ദിശ തെറ്റിയുള്ള യാത്രയിൽ തീക്ഷ്ണതയാൽ ജ്വലിച്ച സാവൂൾ ക്രമേണ സഭാ പീഡകനായി സ്വയം അവരോധിച്ചു. സാവൂളിന്റെ ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളുടെ ഭാഗമായിരുന്നു സ്തേഫാനോസിന്റെ രക്തസാക്ഷിത്വം. തങ്ങളുടെ മേലങ്കികൾ സാവൂളിനെ ഏൽപ്പിച്ച ശേഷം സാവൂളിന്റെ പിന്തുണയോടെ യഹൂദർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. മരണനേരത്ത് സ്തേഫാനോസ് പ്രകടിപ്പിച്ച ബോധ്യവും ധൈര്യവും സാവൂളിൽ അതിശയം ഉളവാക്കിയെങ്കിലും ക്രൈസ്തവരുടെ സ്വാധീനവും ശക്തിയും തിരിച്ചറിഞ്ഞ പൗലോസ് ക്രൈസ്തവ പീഡനങ്ങളും ക്രൈസ്തവ ഉന്മൂലനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കുമായി പൂർവാധികം ഊർജ്ജസ്വലതയോടെ കച്ചകെട്ടി ഇറങ്ങിത്തിരിച്ചു. ദമാസ്കസിലെ സിനഗോഗുകളിൽ അധികാരപത്രം കാണിച്ച് ക്രൈസ്തവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരുവാനായി സാവൂൾ പുറപ്പെട്ടു. ദമാസ്കസിനെ സമീപിച്ചപ്പോൾ ആകാശത്തിൽ നിന്നും ഒരു മിന്നലുള്ളി അവന്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. തന്റെ വികല ധാരണകളുടെയും അഹങ്കാരത്തിന്റെയും വ്യർത്ഥ അഭിമാനത്തിന്റെയും മായാലോകങ്ങളിൽ നിന്ന് സത്യത്തിന്റെയും എളിമയുടെയും തിരിച്ചറിവിന്റെയും തലങ്ങളിലേക്കുള്ള ദൂരം നികത്തുന്ന ഒരു വീഴ്ചയായിരുന്നു അത്. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് അവൻ കേട്ടു: സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? നീ പീഡിപ്പിക്കുന്ന യേശുവാണു ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. എന്താണ് ചെയ്യേണ്ടത് എന്ന് അവിടെ വെച്ച് ഞാൻ നിന്നെ അറിയിക്കും. സാവൂൾ നിലത്തുനിന്നും എഴുന്നേറ്റു. പക്ഷേ അവന്റെ കണ്ണുകളെ അന്ധത ബാധിച്ചിരുന്നു. കുരിശുമരണത്തിന് വിധേയനായ ശപിക്കപ്പെട്ടവനെന്ന് താൻ ആരെ മുദ്ര കുത്തിയോ അവൻ, ആരുടെ നാമം താൻ അതികഠോരമായി അവഹേളിച്ചുവോ അവൻ, ആരുടെ അനുയായികളെ താൻ കൊന്നൊടുക്കിയോ അവൻ, തന്നെ അജ്ഞതയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും മോചിപ്പിക്കാനായി സ്വയം വെളിപ്പെടുത്തിയ മഹനീയ പ്രവൃത്തിയെപ്പറ്റിയുള്ള അത്ഭുതത്തിൽ ആത്മശോധനയ്ക്കായി തന്റെ അന്ധതയുടെ ദിനങ്ങൾ സാവൂൾ പ്രയോജനപ്പെടുത്തി. അനനിയാസ് എന്നൊരുവൻ കർത്താവിൽ നിന്നും ലഭിച്ച സന്ദേശപ്രകാരം സാവൂളിന് മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുകയും അവന് കാഴ്ച വീണ്ടു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് പൗലോസ് എന്ന പുതിയ മനുഷ്യനായി മാറി. വൈകാതെ തന്നെ യേശു ദൈവപുത്രനാണെന്ന് സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ അവൻ ഇറങ്ങിത്തിരിച്ചു. ക്രിസ്ത്യാനികളെ വധിക്കാനുള്ള അധികാര പത്രവുമായി വന്നവൻ ക്രിസ്ത്യാനികളുടെ ഗണത്തിലേക്ക് ആളുകളെ ചേർക്കാൻ ഉദ്യമങ്ങൾ നടത്തുന്നത് ജനങ്ങളെ വിസ്മയഭരിതരാക്കി. എന്നാൽ താൻ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിൽ തീക്ഷ്ണതയും അത് തെളിയിക്കാൻ അസാമാന്യ സംസാര പാടവുമുണ്ടായിരുന്ന പൗലോസിന്റെ സുവിശേഷ പ്രഘോഷണ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങി. അവനെ വധിക്കാനുള്ള യഹൂദരുടെ ഗൂഢാലോചനകൾ മനസ്സിലാക്കിയ ശിഷ്യന്മാർ അവനെ ഒരു കുട്ടയിലിരുത്തി മതിലിനു മുകളിലൂടെ താഴെ ഇറക്കി. യേശുനാമത്തെ പ്രതി എന്തും സഹിക്കാൻ തയ്യാറുള്ള
സുവിശേഷത്തിന്റെ കൊടുങ്കാറ്റായി അപ്പോഴേക്കും പൗലോസ് രൂപാന്തരപ്പെട്ടിരുന്നു. പത്രോസ് ആകട്ടെ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന യേശുവിന്റെ ആഹ്വാനം നെഞ്ചിലേറ്റി തുടർന്നങ്ങോട്ട് തന്റെ മരണം വരെ ആ ദൗത്യത്തോട് വിശ്വസ്തത പുലർത്തി. സഹശുശ്രൂഷകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയും വിശ്വാസത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും ആഴങ്ങളിലേക്കും ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് സഭാമക്കളെ വളർത്തിയും ശാസനങ്ങളും പ്രബോധനങ്ങളും നൽകിയും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും സഭയുടെ ആദ്യ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസ് ക്രൈസ്തവ വിശ്വാസത്തിന് ഭൂമിയിൽ ഉറപ്പുള്ള അടിസ്ഥാനം പണിതു. യേശുവിന്റെ സ്വർഗാരോഹണ ശേഷം ശിഷ്യഗണത്തെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കുന്നതിനും യൂദാസിന് പകരം അപ്പസ്തോലന്മാരിൽ ഒരാളായി മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നതിനും വിശുദ്ധ പത്രോസ് നേതൃത്വം നൽകി. പന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് ശേഷം പത്രോസ് നടത്തിയ പ്രസംഗത്തിലൂടെ ആദ്യ ക്രൈസ്തവ സമൂഹം രൂപം പ്രാപിക്കുകയും ഭൂമിയിൽ സഭ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ദേവാലയത്തിൽ വെച്ച് നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുടന്തനായ ഒരുവനെ സൗഖ്യപ്പെടുത്തിയ പത്രോസ് അസംഖ്യം പേരെ ക്രൈസ്തവരുടെ ഗണത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശുവെന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന പത്രോസിന്റെ ഉറച്ച വാക്കുകൾ മറ്റു ശിഷ്യന്മാരിലും സുവിശേഷ പ്രഘോഷണ തീക്ഷ്ണത ജ്വലിപ്പിക്കുന്നതായിരുന്നു. പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിലൂടെ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായി പത്രോസിന്റെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ചു. അധികാരികളോടും ജനപ്രമാണികളോടും അസന്നിഗ്ധമായി തന്റെ വിശ്വാസം പ്രഖ്യാപിച്ച പത്രോസ് വിശ്വാസത്തെ പ്രതി പീഡനങ്ങൾ നേരിട്ടവർക്ക് നിത്യജീവിതത്തിന്റെ പ്രത്യാശയിൽ കരുത്തു പകരുകയും ചെയ്തു. അപ്പസ്തോലന്മാരുടെ തലവൻ പത്രോസ് ആണെന്നും അദ്ദേഹത്തിന്റെ നിഴൽ വീണ് രോഗികൾ സുഖം പ്രാപിക്കുന്നതും ശ്രദ്ധിച്ച ജനപ്രമാണികൾ പത്രോസിനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചെങ്കിലും രാത്രിയിൽ ഒരു മാലാഖ വന്ന് പത്രോസിനെ സ്വതന്ത്രനാക്കി. ജെറുസലേമിൽ മാത്രം ഒതുങ്ങി നിന്ന അപ്പസ്തോലന്മാരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ലോകം മുഴുവനിലേക്കും വ്യാപിപ്പിക്കുന്നതിൽ വിശുദ്ധ പത്രോസ് മാർഗനിർദ്ദേശങ്ങൾ നൽകി. പ്രാർത്ഥിച്ചും പ്രോത്സാഹിപ്പിച്ചും ഉപദേശിച്ചും ശകാരിച്ചും സഭയുടെ ആദ്യ അമരക്കാരനായിരുന്ന പത്രോസ് സഭാ നൗക കർത്താവിന്റെ ഹിതപ്രകാരം തുഴഞ്ഞുകൊണ്ടിരുന്നു. യഹൂദർക്കിടയിൽ മാത്രം സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നതും പരിച്ഛേദിതർക്ക് മാത്രം ജ്ഞാനസ്നാനം നൽകുന്നതും സംബന്ധിച്ച് സ്വർഗം പത്രോസിന് ഒരു ദർശനം നൽകുകയും ദൈവിക ആലോചന പ്രകാരം വിജാതീയനായിരുന്ന കൊർണേലിയുസിന്റെ ഭവനത്തിൽ പ്രാർത്ഥിച്ചും അതുവഴി വിജാതീയർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വാതിലുകൾ തുറന്നും അവരോടൊപ്പം ഭക്ഷിച്ചും പത്രോസ് നിയമങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ചട്ടക്കൂടുകൾ ഭേദിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിൽ യഹൂദനെന്നോ വിജാതീയനെന്നോ വ്യത്യാസമില്ലെന്ന് സ്വന്തം മാതൃകയിലൂടെ തെളിയിച്ച പത്രോസ് പ്രസ്തുത വിഷയം സംബന്ധിച്ച് ആദിമസഭയിൽ ഉടലെടുത്ത തർക്കം പരിഹരിക്കാൻ സാർവത്രിക സഭയിലെ പ്രഥമ സോനഹദോസായ ജെറുസലേം കൗൺസിൽ വിളിച്ചുകൂട്ടി ബാഹ്യമായ അനുഷ്ഠാനങ്ങളുടെ അപ്രസക്തി വിവരിക്കുകയും വിഷയത്തിൽ ദൈവഹിത പ്രകാരമുള്ള തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. മനുഷ്യദൃഷ്ടിയിൽ അയോഗ്യനും ബലഹീനനുമായിരുന്ന പത്രോസ് യേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും ജ്വലിച്ച് തന്റെ ദൗത്യം ഏറ്റവും വിശ്വസ്തയോടെ തുടർന്നുകൊണ്ടിരുന്നു. സഭയുടെ ആദ്യ മാർപ്പാപ്പ എന്ന നിലയിൽ തന്റെ ദൗത്യം വിശുദ്ധ പത്രോസ് അഭംഗുരം നിറവേറ്റിയപ്പോൾ വിജാതീയർക്കിടയിൽ സുവിശേഷ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വിശുദ്ധ പൗലോസ് തീക്ഷ്ണമതിയും സ്ഥിരോത്സാഹിയും കർമ്മനിരതനുമായിരുന്നു. വിശ്രമമില്ലാതെ സുവിശേഷ യാത്രകൾ നടത്തി വിവിധ ഇടങ്ങളിൽ ക്രിസ്തീയ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്ത പൗലോസ് ജയിലിലായിരിക്കുമ്പോൾ പോലും ലേഖനങ്ങളിലൂടെ സഭയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ആ ലേഖനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് ഇന്നും തന്റെ പ്രേക്ഷിത ദൗത്യം സഭയിൽ തുടരുന്നു. ജെറുസലേമിലെത്തി യേശുവിന്റെ ശിഷ്യന്മാർക്ക് ബാർണബാസ് പൗലോസിന്റെ മാനസാന്തര അനുഭവം വിശദീകരിക്കുകയും
പൗലോസ് അവരിൽ ഒരാളായി ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏർപ്പെടുകയും ചെയ്തു. കുറെ നാൾ ശിഷ്യന്മാർക്കൊപ്പം പ്രാർത്ഥിച്ചും ഉപവസിച്ചും പ്രസംഗിച്ചും കഴിഞ്ഞ പൗലോസ് പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശപ്രകാരം സെലൂക്കിയയിലും തുടർന്ന് സൈപ്രസിലും ബാർണബാസിനൊപ്പം സുവിശേഷ വേല ചെയ്തു. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ലോകത്തിലുള്ള സർവ്വതും ഉച്ഛിഷ്ടം പോലെ കരുതിയ പൗലോസിന്റെ തീക്ഷ്ണത ജ്വലിച്ച വാക്കുകളിലൂടെ മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടേയിരുന്നു. അന്ത്യോക്യ, സൈപ്രസ്, പാംഫീലിയ, പിസീദിയ, ലിസ്ട്ര, ഇക്കോണിയ എന്നിവിടങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് ബാർണബാസിനൊപ്പം തന്റെ ഒന്നാം പ്രേക്ഷിത യാത്ര പൗലോസ് വിജയകരമായി പൂർത്തിയാക്കി. ലിസ്ത്രയിൽ വെച്ച് കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവന് യേശുനാമത്തിൽ സൗഖ്യം നൽകിയതിനെ തുടർന്ന് ജനങ്ങൾ അവർ ഇരുവരെയും ദേവന്മാർ എന്ന് വിളിച്ച് ആർപ്പുവിളികൾ മുഴക്കി. ജനങ്ങളെ അജ്ഞതയിൽ നിന്ന് പിന്തിരിപ്പിച്ച് സത്യദൈവമായ യേശുവിനെ പ്രഘോഷിച്ച അവരെ ഏതാനും യഹൂദർ ചേർന്ന് കല്ലെറിഞ്ഞ് മർദ്ദിച്ചവശരാക്കി. സുവിശേഷത്തിൽ ഭാഗഭാക്കാകുന്നതിനായി സുവിശേഷത്തിനായി സഹനങ്ങൾ രക്ഷാകരങ്ങളാക്കി മാറ്റിയ പൗലോസ് പൂർവാധികം തീക്ഷ്ണതയോടെ വിജാതീയർക്കിടയിൽ തന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ പ്രത്യേകമാംവിധം തുടർന്നു. ജെറുസലേം സുരഹദോസിൽ വെച്ച് വിജാതീയരുടെ ജ്ഞാനസ്നാനത്തിന് പരിച്ഛേദനം അനിവാര്യമല്ല എന്ന തീരുമാനമെടുക്കുന്നതിൽ സഭാ തലവനായിരുന്ന പത്രോസിനോടൊപ്പം പൗലോസും നിർണായക പങ്ക് വഹിച്ചു. AD 49 മുതൽ 52 വരെ ദീർഘിച്ച പൗലോസിന്റെ രണ്ടാം പ്രേക്ഷിത യാത്ര ജെറൂസലേമിൽ ആരംഭിച്ച് സിലേഷ്യ, ഇക്കോണിയ, ഗലാത്തിയ, ത്രോവാസ്, ഫിലിപ്പി, തെസ്സലോനിക്ക, ആഥൻസ്, കൊറിന്തോസ്, എഫെസുസ്, സാമോസ്, കേസറിയ എന്നിവിടങ്ങളിലൂടെയായിരുന്നു. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ആ സഭാശ്രേഷ്ഠൻ പ്രകടിപ്പിച്ച ദൃഢചിത്തത അദ്ദേഹം പോയ ഇടങ്ങളിലെല്ലാം ശക്തമായ ക്രിസ്തീയ സമൂഹങ്ങൾക്ക് അടിത്തറ പാകി. അന്ത്യോക്യയിൽ നിന്നും ആരംഭിച്ച് ഫ്രീജിയ, എഫെസുസ്, ഫിലിപ്പി, തെസ്സലോനിക്ക, കൊറിന്ത് എന്നിവിടങ്ങളിലൂടെയുള്ള മൂന്നാം പ്രേക്ഷിത യാത്ര AD 53 മുതൽ 58 വരെയായിരുന്നു. ക്രിസ്തുവിൽ അനേകം മക്കളുടെ ആത്മീയ പിതാവായിരുന്ന പൗലോസ് അവരുടെ ആത്മീയ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ സമയാസമയങ്ങളിൽ ആവശ്യമായ പോഷണങ്ങൾ നൽകുകയും ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങളെ പോലെ മുന്നേറാൻ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ കുരിശിനോട് ശത്രുത പുലർത്തിയവരെ വിവേകത്തോടെ കൈകാര്യം ചെയ്തും അജപാലന ശുശ്രൂഷ വിശ്വസ്തതപൂർവ്വം നിർവഹിച്ചും പൗലോസ് തന്റെ ദൗത്യം തുടർന്നുകൊണ്ടിരുന്നു. പത്രോസ് ആകട്ടെ ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ ശൈശവ ദിശയിൽ ആവശ്യമായ പോഷണങ്ങൾ നൽകി സുവിശേഷ സന്ദേശവുമായി ജെറൂസലേമിന് പുറത്തും വിശ്വാസ വിത്തുകൾക്ക് വേരുകൾ പാകി. എന്നെ അനുഗമിക്കുക എന്ന യേശുവിന്റെ വിളിയോട് ജീവിതകാലം മുഴുവൻ സഭയുടെ ആദ്യ പരമാചാര്യൻ വിശ്വസ്തത പുലർത്തി. ജെറുസലേം കേന്ദ്രീകരിച്ചുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായും ഉചിതമായും നിർവഹിച്ച പത്രോസ് 2 പ്രാവശ്യം റോമിൽ പോയതായി ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ പത്രോസിന്റെ നേതൃപാടവത്തിലും ജ്ഞാനസമ്പൂർണമായ പ്രവർത്തനങ്ങളിലും അത്ഭുത പ്രവർത്തനങ്ങളിലും നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് റോമിൽ ക്രൈസ്തവ സമൂഹം തഴച്ചു വളർന്നു. ഏഷ്യ മൈനറിൽ ചിതറിപ്പാർത്തിരുന്ന യഹൂദ ക്രിസ്ത്യാനികൾ അനുഭവിച്ച നിന്ദനങ്ങളിലും പീഡനങ്ങളിലും അവരെ ആശ്വസിപ്പിക്കുന്നതിനും ധൈര്യപ്പെടുത്തുന്നതിനുമായി തന്റെ ആദ്യ ലേഖനത്തിനും സഭയിൽ പ്രവർത്തിക്കുന്ന വ്യാജ പ്രബോധകർക്കെതിരെ മുന്നറിയിപ്പ് നൽകാനും ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിനായി സഭയെ ഒരുക്കുവാനുമായി തന്റെ രണ്ടാമത്തെ ലേഖനത്തിനും പത്രോസ് രൂപം നൽകി. വിശുദ്ധ പത്രോസിൽ നിന്ന് യേശുവിനെ കുറിച്ച് കേട്ടതൊക്കെ രേഖപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ മർക്കോസ് തന്റെ സുവിശേഷം രചിച്ചത്. റോമ സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധിവസിച്ചിരുന്ന ക്രൈസ്തവ സമൂഹങ്ങൾക്ക് കേന്ദ്രമായി മാറിയ റോമിൽ നിന്നും യഹൂദരെ രാജഭ്രഷ്ടരാക്കാനുള്ള കൽപ്പനയെ തുടർന്ന് AD 52 പത്രോസ് ജെറൂസലേമിലേക്ക് മടങ്ങുകയും വീണ്ടും തിരികെ അജപാലന ധർമ്മത്തെ പ്രതി റോമിലെത്തുകയും ചെയ്തു.
രാജഭ്രഷ്ടനാക്കപ്പെട്ട കാലം ഉൾപ്പെടെ 25 വർഷക്കാലം പത്രോസ് സഭയുടെ മാർപ്പാപ്പയായിരുന്നു. AD 64 റോമ നഗരത്തിലുണ്ടായ അഗ്നിബാധയിൽ ക്രൈസ്തവരെ കരുവാക്കി കുറ്റാരോപണം നടത്തിയ നീറോ ചക്രവർത്തിയുടെ ക്രൈസ്തവ വിരുദ്ധ പീഡന നാളുകളിൽ റോമിൽ നിന്നും പിൻവാങ്ങി രക്ഷപ്പെടാൻ തുനിഞ്ഞ പത്രോസിന് ആപ്പിയൻ പാതയിൽ വെച്ച് കർത്താവ് പ്രത്യക്ഷപ്പെട്ടതായി ചരിത്രം പറയുന്നു. കുരിശു വഹിച്ചുകൊണ്ട് റോമിലേക്ക് പോവുകയായിരുന്ന യേശുവിനോട് പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? താൻ വീണ്ടും ക്രൂശിക്കപ്പെടുന്നതിനായി റോമിലേക്ക് പോകുന്നു എന്ന് കർത്താവ് പ്രത്യുത്തരിച്ചതായും ചരിത്രം വിവരിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് ക്രിസ്തുവിന്റെ കുരിശ് സ്വയം ഏറ്റെടുത്ത് സംവഹിക്കുന്നതിനായി പത്രോസ് ധൈര്യസമേതം റോമിലേക്ക് മടങ്ങി. ക്രൈസ്തവരുടെ നേതാവിനെ വധിച്ചാൽ ക്രൈസ്തവർ നഷ്ടധൈര്യരാകുകയും ചിതറിപ്പോകുകയും ചെയ്യുമെന്ന് നനച്ച ചക്രവർത്തി പത്രോസിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പടയാളികൾ അദ്ദേഹത്തെ ബന്ധിച്ച് വത്തിക്കാൻ കുന്നിലേക്ക് കൊണ്ടുപോയി. കുരിശു മരണത്തിനാണ് താൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നറിഞ്ഞ പത്രോസ് തന്റെ നാഥനെ പോലെ മരിക്കാൻ യോഗ്യനല്ലാത്തതിനാൽ തന്നെ തല കീഴോട്ടാക്കി ക്രൂശിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അത് അനുവദിക്കപ്പെടുകയും ചെയ്തു. പരിമിതികളും വ്യവസ്ഥകളും ഇല്ലാതെ തന്നെ സ്നേഹിക്കുകയും തന്റെ കുറവുകളും ബലഹീനതകളും കണക്കിലെടുക്കാതെ തന്നെ വിശ്വസ്തനായി പരിഗണിക്കുകയും ചെയ്ത തന്റെ പ്രിയ ഗുരുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും പ്രഖ്യാപിക്കുവാനുമുള്ള ഭാഗ്യപ്പെട്ട അവസരമായി തന്റെ മരണത്തെ ആ സഭാശ്രേഷ്ഠൻ രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. ക്രൈസ്തവരുടെ നേതാവായിരുന്ന പത്രോസിനെ ബന്ധനസ്ഥനാക്കി വധിക്കാൻ പദ്ധതിയിട്ട അധികാരികൾ ക്രൈസ്തവ മതത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകനും ജനങ്ങൾക്കിടയിൽ ക്രിസ്തുവിന് വേണ്ടി വൻ സ്വാധീനങ്ങൾ ചെലുത്തുന്നവനുമായ പൗലോസിനെയും വധിക്കാൻ ആസൂത്രണങ്ങൾ തയ്യാറാക്കി. സുവിശേഷത്തെ പ്രതിയുള്ള അവിശ്രാന്ത യാത്രകളുടെയും നിരന്തര ശ്രമങ്ങളുടെയും ഇടയിൽ കാരാഗ്രഹവാസങ്ങളും പ്രഹരങ്ങളും വധശ്രമങ്ങളും മർദ്ദനങ്ങളും കപ്പൽ അപകടങ്ങളും പൗലോസ് സന്തോഷത്തോടെ നേരിട്ടു. ജയിലിലായിരിക്കുമ്പോഴും പൗലോസ് തന്റെ അജഗണത്തിന്റെ ആത്മീയ സുസ്ഥിതിയെപ്പറ്റി വ്യഗ്രചിത്തനാകുകയും അവരുടെ വിശ്വാസത്തിലുള്ള നിലനിൽപ്പിനായി ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. AD 58 ജെറുസലേമിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട പൗലോസ് 2 വർഷം തടവിൽ കഴിഞ്ഞു. ജയിലിലായിരിക്കെ താൻ ജെറുസലേമിൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയതുപോലെ റോമായിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കും എന്ന കർത്താവിന്റെ സന്ദേശം ഭൂമിയിൽ തന്റെ പ്രേക്ഷിത ദൗത്യം തുടരുന്നതിൽ അവനെ കൂടുതൽ തീക്ഷ്ണമതിയാക്കി. വിചാരണ വേളകൾ പോലും സുവിശേഷ പ്രഘോഷണത്തിനായുള്ള വേദിയാക്കിയ പൗലോസ് രാജാക്കന്മാരെ പോലും മാനസാന്തരപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ പാഴാക്കിയില്ല. തന്റെ കൈകളിലെ ചങ്ങലയുടെ കാര്യത്തിൽ ഒഴികെ എല്ലാവരും എന്നെപ്പോലെ ആകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് അഗ്രിപ്പ രാജാവിനോട് തുറന്നടിച്ച പൗലോസിന്റെ കർത്താവിലുള്ള അഭിമാനവും അവിടുത്തെ പ്രതി നേരിട്ട സഹനങ്ങളിലുള്ള ആനന്ദവും ക്രൈസ്തവർക്ക് മുഴുവൻ തങ്ങളുടെ പീഡനങ്ങളിൽ ധൈര്യം പകർന്നു. കർത്താവ് പറഞ്ഞ പ്രകാരം AD 60 ഫെസ്തൂസ് ഗവർണറുടെ കൽപ്പന പ്രകാരം പൗലോസ് റോമിലേക്ക് അയക്കപ്പെട്ടു. അവിടെ വെച്ച് ജയിൽ മോചിതനായ പൗലോസ് റോമിലും ക്രൈസ്തവരുടെ നല്ല ഇടയനായി സുവിശേഷം പ്രചരിപ്പിച്ചു. നീറോ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് പൗലോസ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഞാൻ നന്നായി പൊരുതി, എന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കിയിരിക്കുന്നു എന്നീ വാക്കുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്റെ മരണത്തിന് മുൻപായി പ്രഖ്യാപിച്ച സഭയുടെ ആ ധീര യോദ്ധാവ് യാതൊരു മനഃശാഞ്ചല്യവും കൂടാതെ തന്റെ ശിരസ് ആരാച്ചാർക്ക് മുൻപിൽ നീട്ടി. ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാക്കിയ ആ അതുല്യ വ്യക്തിത്വം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപെടുത്താൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും മരണത്തിന് പോലും സാധ്യമല്ല എന്ന തന്റെ വാക്കുകൾ നിറവേറ്റി അഭിമാനത്തോടെയും ആനന്ദത്തോടെയും തന്റെ ഇഹലോക ദൗത്യം വിശ്വസ്തതാപൂർവ്വം നിർവഹിച്ച് കൃതാർത്ഥതയിൽ മരണത്തെ പുൽകി. ആദിമ ക്രൈസ്തവരുടെ നേതാക്കന്മാർ ഇല്ലാതായാൽ ശൈശവ ദിശയിലായിരുന്ന സഭയെ ഉന്മൂലനം ചെയ്യാനാകുമെന്ന് നീറോ ചക്രവർത്തി നനയ്ക്കുകയും
അവരുടെ ഓർമ്മകൾ പോലും ശേഷിക്കാത്ത വിധത്തിൽ അതിനിഷ്ഠൂരമായി പൗലോസിനെയും പത്രോസിനെയും കൊലപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇന്ധനത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ചെറിയൊരു തീപ്പൊരിയിൽ നിന്നും അഗ്നിജ്വാലകൾ പടരുന്ന പോലെ ആ വിശ്വാസ വീരന്മാരുടെ രക്തസാക്ഷിത്വത്തിൽ നിന്ന് ഊർജം ആർജിച്ച് സഭ വളർന്ന് പന്തലിക്കുകയാണ് ഉണ്ടായത്. തങ്ങളുടെ ജീവൻ പണയം വെച്ച് പത്രോസും പൗലോസും പ്രഘോഷിച്ച ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആധികാരികതയും അനന്യതയും ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ പ്രചോദനവും മാതൃകയുമായിരുന്നു. റോമ നഗരത്തിന്റെ പുറത്ത് നിത്യവിസ്മൃതിയിലേക്ക് തള്ളപ്പെട്ടെന്ന് നീറോ ചക്രവർത്തി നിരൂപിച്ച വിശുദ്ധ പത്രോസിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലത്ത് ചക്രവർത്തിയുടെ പിൻഗാമിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് അടിസ്ഥാനമിട്ടു. ക്രൈസ്തവർ വേരോടെ നശിപ്പിക്കപ്പെടും എന്നും അവർക്ക് ഇനിയൊരു നേതാവ് ഉണ്ടാകുകയില്ല എന്നും വിധിയെഴുതിയ ലോക നേതാക്കളെ തിരുത്തിക്കൊണ്ട് 2 സഹസ്രാബ്ദങ്ങളുടെ പൈതൃകവുമായി വിജയക്കൊടി പാറിച്ച് സഭ ഇന്നും പ്രൗഢഗംഭീരമായി നിലകൊള്ളുന്നു. വിശുദ്ധ പത്രോസിന് ശേഷം സഭയെ നയിക്കുന്നതിനും ആ നേതൃസ്ഥാനം അലങ്കരിക്കുന്നതിനുമായി 265 മാർപ്പാപ്പമാർ ലോക ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു. വിശുദ്ധ പൗലോസിനെ അടക്കം ചെയ്തെടുത്തും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തന്നെ ഒരു ബസിലിക്കയ്ക്ക് അടിത്തറയിടുകയുണ്ടായി. റോമൻ സാമ്രാജ്യത്തിന് ഭീഷണിയായി കണക്കാക്കപ്പെട്ട ക്രൈസ്തവർ തങ്ങളുടെ നേതാക്കന്മാരിൽ നിന്നും സ്വീകരിച്ച് കെടാതെ ജ്വലിപ്പിച്ച ക്രിസ്തുമതം ഒടുവിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും നട്ടുനനച്ച സഭാത്തോട്ടത്തെ ദൈവം ഭൂമിയുടെ എല്ലാ അതിർത്തികളിലേക്കും വളർത്തിക്കൊണ്ടിരുന്നു. ഇന്നും ദൈവം ആ സഭയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്തു വില കൊടുത്തും തങ്ങളറിഞ്ഞ സത്യം മറ്റുള്ളവരെ അറിയിക്കാനും ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിനു മുൻപായി ആവുന്നത്ര മനുഷ്യരെ മാനസാന്തരത്തിന്റെ സുവിശേഷം അറിയിക്കാനും ജീവിതം സമർപ്പിച്ചവരായിരുന്നു പത്രോസ് പൗലോസ് സ്ലീഹന്മാർ. അവരും അവരുടെ മാതൃക അനുഗമിച്ചവരും നൽകിയ വിശ്വാസ സാക്ഷ്യം തലമുറകൾ കൈമാറി വന്നാണ് നമ്മിൽ പലരും ഇന്ന് ക്രൈസ്തവർ എന്ന മുഖമുദ്രയിൽ അഭിമാനം കൊള്ളുന്നത്. നമുക്ക് ലഭിച്ച ഈ വൻ കൃപ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ പോലെ മറ്റുള്ളവർക്ക് കൈമാറാൻ നമുക്കും ഉത്തരവാദിത്വമുണ്ട്. വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ, ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രാസംഗികൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? മാനസാന്തരത്തിന്റെയും സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും ഫലങ്ങൾ പുറപ്പെടുവിച്ച നമ്മുടെ പൂർവികരായ പത്രോസ് പൗലോസ് സ്ലീഹന്മാരെ പോലെ ദൈവരാജ്യ വിസ്തൃതിക്കായി നമുക്കും അവിശ്രാന്തം അധ്വാനിക്കാം. അപ്പോൾ അവരെ പോലെ നമ്മുടെയും ഭൂമിയിലെ ഓട്ടം അർത്ഥപൂർണമാകും. നീതിയുടെ കിരീടത്തിന് നാം അർഹരാകും. നന്ദി. സഭയുടെ ശില്പികളാ മോർ പത്രോസ് പൗലോ, സഭയാം തോട്ടത്തിൽ തിരുവചനത്തിൻ വിത്തുകളെ ധീരതയോടെ വിതച്ചവരാ ശ്ലീഹരിൽ മുൻപൻ മോർ പത്രോസ്, ജാതികളെ നേടിയ പൗലോസ്,